ഭൂമിയുടെ അവകാശത്തിനായുള്ള ഇടുക്കിക്കാരുടെ കാത്തിരിപ്പ് അവസാനിക്കുന്നില്ല. ജില്ലയിലെ വിവിധ താലൂക്കുകളിലായി പട്ടയത്തിനായി 64,796 അപേക്ഷകളാണുള്ളത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കുടുംബങ്ങൾ പട്ടയത്തിനായി അപേക്ഷ നൽകി കാത്തിരിക്കുന്നതും ഇടുക്കിയിലാണ്. എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും രേഖ എന്ന ലക്ഷ്യവുമായി പട്ടയ മിഷൻ രൂപീകരിച്ചെങ്കിലും ജില്ലയിൽ കാര്യമായ മുന്നേറ്റമുണ്ടായിട്ടില്ലെന്നാണ് കണക്കുകൾ പറയുന്നത്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം 13,627 പട്ടയങ്ങൾ നൽകി. പ്രശ്നങ്ങളിൽ പരിഹാരമുണ്ടാകാത്തതും 1964ലെയും CHR മേഖലകളിലെയും പട്ടയ വിതരണത്തിലുണ്ടായ തടസ്സങ്ങളുമാണ് നടപടികൾ ഇഴയുവാൻ കാരണം. ഭൂപ്രശ്നം രൂക്ഷമായ ദേവികുളം താലൂക്കിൽ 2021 മുതൽ 2024 വരെ 339 പട്ടയങ്ങൾ മാത്രമാണ് നൽകാൻ കഴിഞ്ഞത്. കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വിതരണ നടപടി നിർത്തിവെച്ചതും വെല്ലുവിളി സൃഷ്ടിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കുടുംബങ്ങൾ പട്ടയത്തിനായി അപേക്ഷ നൽകി കാത്തിരിക്കുന്നതും ഇടുക്കിയിലാണ്. ഏറ്റവും കൂടുതൽ പേർ പട്ടയത്തിനായി കാത്തിരിക്കുന്നത് ഉടുമ്പൻചോല താലൂക്കിലാണ്. 19,869 പേരാണ് പട്ടയത്തിനായി ഉടുമ്പൻചോലയിൽ കാത്തിരിക്കുന്നത്. താലൂക്ക് അടിസ്ഥാനത്തിൽ നിലവിൽ ലഭിച്ചിട്ടുള്ള അപേക്ഷകളുടെ കണക്ക് ഇങ്ങനെയാണ്. ഇടുക്കി 15,329 പേർ, തൊടുപുഴ 12,764, ദേവികുളം 11,805, പീരുമേട് 5,029, ഉടുമ്പൻചോല 19,869 എന്നിങ്ങനെയാണ് പട്ടയ അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നത്. അതേസമയം പട്ടയം ലഭിക്കാത്ത ഭൂമിയിൽ അവകാശവാദവുമായി വനം വകുപ്പ് രംഗത്തെത്തുന്നതും ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് ഭംഗം വരുത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.